السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي تجلى على قلوب عباده الصالحين بالسعادة والسرور والبهجة والحبور. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم. صدق الله مولانا العظيم. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവൻ അനുവദിച്ച സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും മുഹൂർത്തത്തിൽ പരിശുദ്ധമായ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടിയ സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും കൃത്യമായ ഈദാശംസകൾ അറിയിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ നമുക്കും ലോകത്തുടനീളമുള്ള മുസ്ലിം സമൂഹത്തിനും അനുഗ്രഹത്തിന്റെ സന്ദർഭമാക്കി മാറ്റട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നീണ്ട ഒരു മാസക്കാലം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പിന്റെയും റമദാൻ മാസത്തിലെ സവിശേഷമായ ആരാധനാ കർമ്മങ്ങളുടെയും പരിസമാപ്തിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന സുദിനമാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. രണ്ട് സന്ദർഭങ്ങളാണ് ഇസ്ലാമിലെ ആഘോഷങ്ങളായി പടച്ചതമ്പുരാൻ നിർണയിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഈദുൽ ഫിത്തറും രണ്ടാമത്തേത് ഈദുൽ അദ്ഹയുമാണ്. രണ്ടിന്റെയും സവിശേഷത ത്യാഗത്തിന്റെയും ആത്മാർത്ഥമായ സമർപ്പണത്തിന്റെയും പരിസമാപ്തിയിൽ അതിൽ നിന്ന് വിജയശ്രീലാളിതരായി കടന്നുവരുന്ന വിശ്വാസി സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുന്ന ആഹ്ലാദത്തിന്റെയും ആമോദനത്തിന്റെയും സന്തോഷത്തിന്റെയും മുഹൂർത്തമാണ് ഈ രണ്ട് സന്ദർഭങ്ങളും എന്നതാണ് അതിന്റെ സവിശേഷത. നമുക്കറിയാം, ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മാസക്കാലം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സ്ഫുടം ചെയ്ത് റയ്യാനിന്റെ മുമ്പിൽ അക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്ന ഒരു വിശ്വാസിയെ സൃഷ്ടിക്കാൻ പാകപ്പെട്ട അതിന് സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു വല്ലാത്ത അനുഷ്ഠാനങ്ങളിലൂടെ, കർമ്മങ്ങളിലൂടെ, ത്യാഗത്തിലൂടെ, നോമ്പിലൂടെ, നമസ്കാരത്തിലൂടെ, തഹജ്ജുദിലൂടെ, തറാവീഹിലൂടെ, ദിക്റുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയുമുള്ള നിരന്തരമായ നമ്മുടെ യാത്ര ഈ ഈദ് മുസല്ല വരെ നമ്മൾ എത്തിച്ചു. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നത് തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ 1000 വട്ടം നമ്മൾ അതിന് സ്തുതിക്കുകയാണ്. ആ സന്തോഷത്തിന്റെയും ആ ത്യാഗത്തിന്റെയും പരിസമാപ്തിയിൽ യൗമുൽ ജാഹിസ, അതിന്റെ അവാർഡ് ദിനമാണ്, അല്ലെങ്കിൽ അതിനുള്ള സമ്മാനത്തിന്റെ ദിനമാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. റയ്യാനിന്റെ മുമ്പില് പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ ചെന്നു നിന്ന സത്യവിശ്വാസികൾക്ക് ഇനി അവരുടെ മുമ്പിൽ പാപങ്ങളില്ല, തെറ്റുകളില്ല, മഗ്ഫിറത്ത് കൊണ്ട് എല്ലാം പൊറുക്കപ്പെട്ടിട്ടുണ്ട്. ഐതക്കും മിനന്നാറിലൂടെ നരകത്തിൽ നിന്നവർ മോചിതരായിട്ടുണ്ട് എന്നതിന്റെ സന്തോഷ പ്രകടനമാണ്
പക്ഷെ അവിടെ ഒരു കർമ്മം കൂടി ബാക്കിയുണ്ട്. ആ ത്യാഗവും ആ സമർപ്പണവും അതുപോലെയുള്ള അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ പരിസമാപ്തിയിൽ നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടണം. നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ നെറ്റിത്തടം ഭൂമിയിൽ മുട്ടിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ കൂടി ചെയ്യാനുണ്ട്. ഞങ്ങൾ ഇസ്തിഖാമത്തോടു കൂടി ഈ നേടിയെടുത്തതിനെ നിലനിർത്താൻ റബ്ബേ നിന്റെ മുമ്പിൽ തയ്യാറാണ്. ഞങ്ങള് ഷവ്വാലിന്റെ പൊന്നമ്പിളി കാണുന്നതോടുകൂടി ആ നടപ്പ് ശീലങ്ങളൊക്കെ മാറ്റിവെച്ച് പഴയ ലാവളത്തിലേക്ക്, പഴയ ജീവിത ശൈലിയിലേക്ക്, പഴയ വേണ്ടായ്മകളിലേക്ക് തിരിച്ചു പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ മാർഗത്തിൽ മരണം വരെ മുന്നോട്ട് പോകും എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കണം ആർത്തവക്കാരികൾ പോലും ഈദ് മുസല്ലയിലേക്ക് വരണം. ഈ പ്രതിജ്ഞ പുതുക്കാൻ, ഈ പ്രതിജ്ഞ എടുക്കാൻ അവരുണ്ടാകണം, അവരും സന്നിഹിതരാകണം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ടത്. കാരണം നമ്മൾ റമദാനിൽ മാത്രം ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്ന റമദാനികളല്ല, മറിച്ച് റബ്ബാനികളാണ്. റബ്ബിന്റെ മുമ്പിൽ സർവസ്വവും സമർപ്പിക്കാൻ തയ്യാറുള്ളവരാണ്. നമുക്കറിയാം, റമദാനിൽ നമുക്ക് കഴിയില്ല എന്ന് തോന്നിയ മറ്റ് സന്ദർഭങ്ങളിൽ കഴിയാത്ത പലതും ഈ ഒരു മാസക്കാലം കൊണ്ട് നമ്മൾ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട്. വിശപ്പ് സഹിക്കാൻ നമ്മളിപ്പോ കഴിയുന്നവരാണ്, ഉറക്കമൊഴിവാക്കാൻ കഴിയുന്നവരാണ്. രാവിലെ അതിരാവിലെ 4 മണിക്കും മുമ്പുമൊക്കെ എഴുന്നേൽക്കാൻ നമുക്ക് കഴിയുന്നു. സുബഹി നമസ്കാരം ഖളാ ആകാതെ പറ്റുമെങ്കിൽ സുബഹി നമസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് കൂടി നിർവഹിച്ച് പള്ളിയിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയുന്നു. ജമാഅത്ത് നമസ്കാരങ്ങളിൽ കണിശത നമ്മൾ പുലർത്തി തഹജ്ജുദ് ജീവിതത്തിന്റെ ഭാഗമാക്കി. അതുപോലെ തന്നെ എല്ലാ നല്ല കാര്യങ്ങളും പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം ജീവിതത്തിന്റെ ശൈലിയാക്കി മാറ്റി നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം. പക്ഷേ അത് മുഴുവൻ നമ്മൾ ഈ ജീവിതത്തിൽ നിലനിർത്തുമെന്ന് റബ്ബിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കണം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്റെ റബ്ബാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ മാസത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അതിനെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സന്ദർഭം കൂടിയാണിത്. നമ്മൾ എങ്ങോട്ടാണ് സഹോദരന്മാരെ പോവുക? റബ്ബ് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ചോദിച്ചതുപോലെ ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടായി ഇനി പോകാൻ ഒരുങ്ങുന്നത്? ഈ മാസക്കാലത്തെ നിങ്ങളുടെ ആത്മവിശുദ്ധിയുടെ, നിങ്ങളുടെ ശരീരവും മനസ്സും സ്ഫുടം ചെയ്തെടുത്ത ആ വിശുദ്ധിയുടെ തളത്തിൽ നിന്നുകൊണ്ട് ഇനി നിങ്ങൾ എങ്ങോട്ടാണ് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നത്? നമ്മൾ ആരാധിച്ചത്, നമ്മൾ ഇബാദത്ത് ചെയ്തത് റമദാനിനെയല്ല, അല്ലാഹുവിനെയാണ്. വഹുവ ഹയ്യുൻ ലാ യമൂത്ത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. റമദാനാണ് തീർന്നത്, അല്ലെങ്കിൽ റമദാനാണ് വിട പറഞ്ഞത്. ഇന്നലെ രാത്രിയോടുകൂടി അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ, റമദാൻ മാസമേ നിന്നെ ഞങ്ങൾ ഇതാ ഇവിടെ യാത്രയാക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ ആർജവത്തോടുകൂടി, ഇതിനേക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി ഈ പരിശുദ്ധ മാസത്തെ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നമ്മൾ റമദാനിനെ യാത്രയാക്കി. പക്ഷേ ആ റമദാനും ആ ഖുർആനും ആ വിശുദ്ധമായ മാസവും നമുക്ക് സമ്മാനിച്ച റബ്ബ് സുബ്ഹാനഹു തആലയുടെ മുമ്പില് എന്നും ജീവിച്ചിരിക്കുന്ന വഹുവ ഹയ്യുൻ ലാ യമൂത്ത്, മരണമില്ലാത്ത ശാശ്വതനായ റബ്ബിന്റെ മുമ്പിൽ ആ സമർപ്പണം ഇനിയും അവശേഷിക്കേണ്ടതുണ്ട്. എല്ലാം റമദാനിൽ അങ്ങ് തീർന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ, മദീനയിലെ ഒരു പെണ്ണിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾ നൂല് നൂറ്റുകൊണ്ടിരിക്കും വസ്ത്രമുണ്ടാക്കാൻ. വൈകുന്നേരമാകുമ്പോൾ അതൊക്കെ പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞിട്ട് അവൾ തിരിച്ചു പോകും. അങ്ങനെയുള്ള പണിയാവരുത്. നമ്മൾ 30 ദിവസം നമ്മൾ വീട് വൃത്തിയാക്കി, മനസ്സിനെ വൃത്തിയാക്കി, 31ാമത്തെ ദിവസം വീണ്ടും വീടിനകത്തേക്ക് മാലിന്യം വലിച്ചെറിയുന്നവർ മാറുന്നത്. നമ്മള് മനസ്സിനകത്തേക്ക് മാലിന്യം വലിച്ചെറിയുന്ന അവസ്ഥയിലൂടെ പോകരുത് കാര്യങ്ങള്. സ്വർഗം നമ്മള് തൊട്ട് മുമ്പിലെത്തിയിട്ടുണ്ട്. റയ്യാൻ നമ്മുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ കണ്ണുനീര് കൊണ്ട് കുതിർന്നിട്ടുണ്ട്. അത് മുഴുവൻ റമദാനിന് വേണ്ടി മാത്രമുള്ള പാക്കേജ് പരിപാടി ആയിരുന്നെങ്കിൽ റബ്ബ് അത് സ്വീകരിക്കുകയില്ല. ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, ഏത് സമയത്തും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അമൽ കൂടിയാണ് നോമ്പ്. അതിനെ തുടർന്ന് നോമ്പുണ്ടാക്കിയെടുത്ത ആ നന്മകൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നോമ്പിനെ പരിഹസിച്ചവരുടെ കൂട്ടത്തിലായിരിക്കും റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ നാമം അടയാളപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് തിന്മകളെ ഈ മാസത്തിൽ നമുക്ക് പടിക്ക് പുറത്തു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പരദൂഷണം നമ്മൾ ഒഴിവാക്കി, കോപിക്കുന്നത് ഒഴിവാക്കി. അങ്ങനെ കോപം വന്നപ്പോഴൊക്കെ കുടുംബത്തോട് നമ്മൾ പറഞ്ഞു, വീട്ടുകാരോട് പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു,
ഇന്നി സ്വായിമുൻ ഔ ഇന്നി സ്വായിമത്തുൻ, ഞാൻ നോമ്പുകാരനാണ് അല്ലെങ്കിൽ ഞാൻ നോമ്പുകാരിയാണ്, അതുകൊണ്ട് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റൂല. കളവ് പറയുന്നത് മാറ്റി, നമ്മൾ സമയം വെറുതെ കളയുന്നത് മാറ്റി, മൊബൈലിൽ അമിതമായി സമയം ചെലവഴിക്കുന്നത് മാറ്റി, നാവിനെ നമ്മൾ നിയന്ത്രിച്ചു. ഏറ്റവും കൂടുതൽ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്നതിൽ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന നാവ് പറയണമെന്ന് ആഗ്രഹിച്ചപ്പോഴൊക്കെ വേണ്ട, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരിയാണ്, എന്റെ നോമ്പിനെ ഫസാദാക്കാൻ ഞാനില്ല, തൽക്കാലം അത് പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ അവയവത്തെ നമ്മൾ നിയന്ത്രിച്ചു. ഇങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മൾ ജീവിതത്തിൽ വെച്ചു. ആ നിയന്ത്രണങ്ങളുടെ ചരട് ഈ ദിവസത്തിൽ ഇവിടെ വെച്ച് പൊട്ടിച്ചെറിയരുത് സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ. ഇനിയും നമ്മുടെ നാവ് അള്ളാഹുവിനെ പേടിക്കുന്ന നാവായി മാറണം. നമ്മുടെ കണ്ണുകള്, നമ്മുടെ കാതുകൾ, നമ്മുടെ ചുണ്ടുകൾ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവും അള്ളാഹുവിനെ പേടിക്കുന്ന, എന്റെ ഈ ശരീരമാണ് നാളെ നരകത്തിൽ വന്ന് അള്ളാഹുവിന്റെ മഹ്ശറയിൽ വന്ന് എന്റെ കൈകളും കാലുകളും സാക്ഷി പറയുമ്പോ, എന്റെ കണ്ണുകൾ സാക്ഷി പറയുമ്പോ, എന്റെ ശരീരം സാക്ഷി പറയുമ്പോ, ഞാൻ എന്റെ ശരീരത്തോട് ചോദിക്കും, എനിക്കെതിരെ നീ എന്തുകൊണ്ട് സാക്ഷി നിൽക്കുന്നു? നിന്നെയല്ലേ ഞാൻ പാലൂട്ടി വളർത്തിയത്, നിന്നെയല്ലേ ഞാൻ ഓമനിച്ച് എല്ലാ സൗകര്യങ്ങളും നൽകി വളർത്തിയത്, ശരീരമേ നിന്നെ ആയിരുന്നില്ലേ? എനിക്കൊരു മാർഗവുമില്ല, എനിക്കൊരു രക്ഷയുമില്ല. പറയണമെന്ന് എന്നെ കൊണ്ട് റബ്ബ് തീരുമാനിച്ചാൽ പറയുകയല്ലാതെ എന്റെ മുമ്പിൽ ഒരു മാർഗമില്ല എന്ന് പറയുന്ന ആ ശരീരമാണ് എന്റെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ തിന്മകളെ നമ്മൾ വെളിപ്പാടകലെ തന്നെ മാറ്റിവെക്കുക. ഒരുപാട് നന്മകളെ, ആത്മാവിനെ വിരുന്നൂട്ടുന്ന ഒരുപാട് വിഭവങ്ങൾ ഈ മാസത്തിൽ നമുക്കുണ്ടായിരുന്നു. തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളും ഇഹ്തികാഫുകളും ഖിയാമുൽ ലൈലുകളും അതുപോലെയുള്ള ഒരുപാട് സംഗതികൾ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും റബ്ബിലേക്ക് യാത്രയായ, റബ്ബിലേക്ക് തിരിഞ്ഞു നിന്ന സന്ദർഭങ്ങൾ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലൻ, പടച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ എത്ര പരിശുദ്ധനാണ്, അതുകൊണ്ട് നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ സന്ദർഭത്തിൽ, ആ രീതിയിൽ ഒരുപാട് നന്മകളെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിൽ. ഈ കടന്നുപോയ മാസത്തിൽ ആ നന്മകളെ നിലനിർത്തണം സഹോദരന്മാരെ. പിശാചിനെ കെട്ടിയിട്ടവരാണ് നമ്മൾ. പിശാചിനെ നമ്മൾ കെട്ടിയിട്ടു. പക്ഷേ ശവ്വാലിന്റെ 1-ാം തീയതി പിശാചിനെ സ്വീകരിക്കുന്നവരായി മാറാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ അവനൊരു പ്രതിജ്ഞ റബ്ബിനോട് ചെയ്തിട്ടുണ്ട്. കാലഫബിമ അഗ്വൈതനി, പടച്ചവനെ നീ എന്നെ ഇങ്ങനെ തന്നെ വിടുകയാണെങ്കിൽ നിന്റെ ഈ ചൊവ്വായ മാർഗത്തിൽ നിന്ന് ഞാൻ അവരെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുമെന്നത്, നേരായ മാർഗത്തിൽ നിന്ന് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി പിശാച് ഉണ്ടാകുമെന്ന് അള്ളാഹുവിനോട് അനുമതി വാങ്ങി ഇറങ്ങി തിരിച്ചവനാണ് പിശാച്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞത്, ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, ഫത്തഖിദുഹു അദുവ്വൻ, അവനെ ശത്രുവായി തന്നെ നിങ്ങൾ സ്വീകരിക്കണം. നരകാവകാശികളാകുന്നതിന് വേണ്ടി അവൻ അവന്റെ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നോമ്പ് അവസാനിക്കുന്നില്ല, ഖുർആൻ തിരിച്ചു പോകുന്നില്ല, പള്ളികൾ എവിടെയും അടക്കപ്പെടുന്നില്ല, ഒരിക്കലും പ്രാർത്ഥനകൾക്ക് ഉത്തരം നിലക്കുന്നില്ല, പ്രതിഫലം ഒരിക്കലും നിലച്ചു പോകുന്നില്ല. റബ്ബിലേക്ക് നിരന്തരമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മുടെ കർമ്മശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. മുജാഹദയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. മുജാഹദയിൽ നിന്ന് ജിഹാദിലേക്കുള്ള യാത്രയാണ് നോമ്പും പെരുന്നാളും എന്ന് മനസ്സിലാക്കണം. നമ്മുടെ സൗമും നമ്മുടെ ഖിയാമും നമ്മുടെ റുകൂവും നമ്മുടെ സുജൂദുകളും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ ലൈലത്തുൽ ഖദറിലെ ഉറക്കമൊഴിച്ചുള്ള കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടുള്ള അള്ളാഹുവിലേക്കുള്ള തേടലുമൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ശക്തിയായി, വിശിഷ്യ സമകാലിക മുസ്ലിം ലോകം കടന്നു പോകുന്ന ഏറ്റവും വലിയ പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ അതിനുള്ള രക്ഷാകവചമായി നമ്മിൽ ഉണ്ടാകണമെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നമ്മളൊരു വിജയപ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇത് വിശ്വാസിയുടെ വിജയപ്രഖ്യാപനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹിജ്റയുടെ 2-ാം വർഷത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യമായി നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നു. അതേ നോമ്പിന്റെ പരിസമാപ്തിയിൽ ആദ്യത്തെ ഈദുൽ ഫിത്ർ വരുന്നത് ഹിജ്റയുടെ 2-ാം വർഷത്തിലാണ്. 3 ശക്തികളോടാണ് അവിടെ പ്രവാചകൻ സമരം പ്രഖ്യാപിച്ചത്, ഇസ്ലാമിക സമൂഹം സമരം പ്രഖ്യാപിച്ചത്.
പ്രഖ്യാപിച്ചത്. ഒന്ന് സ്വന്തം ദേഹേച്ഛയോട്, ആ ദേഹേച്ഛയോട് സമരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ബദർ രണാങ്കണത്തിന്റെ താഴ്വരയിൽ വന്നു നിന്നത്. രണ്ടാമത്തത് അള്ളാഹുവിന്റെ ദീനിനെതിരെ അണിനിരന്ന കുഫാറുകളുടെ സൈന്യത്തിന് മുമ്പിൽ അടിപതറാതെ നിന്ന ചരിത്രം കൂടി ഈ ഈദ് ആഘോഷിക്കാൻ ഈദ് മുസല്ലയിലേക്ക് എത്തിയ ഹിജ്റ 2-ാം വർഷത്തിൽ ഈദ് മുസല്ലയിലേക്ക് എത്തിയ സ്വഹാബത്തിനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തത് അവിടെ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയ പിശാചിനോടുള്ള ശക്തമായ സമരം അവർ നിർവഹിച്ചിട്ടാണ് അവർ ഈദിലേക്ക് വന്നത്. ഞാനും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും വളരെ താഴ്മയോടുകൂടി ആവശ്യപ്പെടുന്നത് ഈ 3 ശക്തികൾക്കെതിരെയുള്ള നിരന്തരമായ സമരമായിരിക്കണം ഇവിടെ വെച്ച് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അവസാനിപ്പിച്ചുകൊണ്ട് 1-2 സംഗതികൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ലോക മുസ്ലിം സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുമ്പെങ്ങുമില്ലാത്ത വല്ലാത്ത പ്രയാസങ്ങളിലൂടെയാണ്. കഴിഞ്ഞ റമദാനില്, കഴിഞ്ഞ ഈദുൽ ഫിത്തറില് ഇതേ വേദിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഫലസ്തീനിലെ മക്കളെ കുറിച്ചാണെങ്കിൽ ഇന്ന് ഫലസ്തീനിനോടൊപ്പം ഇറാനും ലബനാനും ഇറാഖും ലോകത്തിലെ മുസ്ലിം സമൂഹം ജീവിക്കുന്ന നാടുകളൊക്കെ രക്തം കൊണ്ട് ചരിത്രമെഴുതുന്ന വല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുക്കള് ഉണർന്നെണീറ്റിരിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി, അതിന്റെ ഇസ്സത്ത് നശിപ്പിക്കുന്നതിന് വേണ്ടി ശുഹദാക്കളുടെ നീണ്ട നിര ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കബറുകള്, കുട്ടികളെ മറമാടുന്ന കുട്ടിക്കബറുകൾ നിലവിൽ വരുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മാത്രമല്ല, അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ ബഹിഷ്കരിക്കണം. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അവർക്ക് പിന്തുണ കൊടുക്കുന്നവരുടെയും ഒരു സാധനവും ഒരു ഉൽപ്പന്നവും ഞാനും എന്റെ കുടുംബവും വാങ്ങില്ല, അത് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യണം. ആ പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചു മക്കളുടെ ചോര പുരണ്ട വസ്ത്രവും ഭക്ഷണവുമാകരുത് ഞാനും എന്റെ മക്കളും എന്റെ കുടുംബവും കഴിക്കുന്നത്, ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് പ്രതിജ്ഞ ചെയ്യണം. അതോടൊപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലോകം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന് മാത്രമല്ല, ഫലസ്തീന് മാത്രമല്ല, പശ്ചിമേഷ്യ മുഴുവനും നമ്മുടെ അന്നദാതാക്കൾ എന്ന് പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ വരെ നമ്മുടെ അടുക്കളയിൽ വരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചത് അങ്ങ് ദൂരെയല്ലേ എന്നാണ്. അല്ല, 1-2 ആഴ്ച കൂടി ആ യുദ്ധം നിലനിന്നാൽ ഒരുപക്ഷെ നമ്മളടക്കം മുഴുപട്ടിണിയിലേക്ക് പോകുന്ന ഒരവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ബിലാദന വബിലാദൽ മുസ്ലിമീന ആമിന. പടച്ചവനെ, ഞങ്ങളുടെ നാടിനെയും മുസ്ലിം നാടുകളെയും നീ നിർഭയത്തോടുകൂടി നിലനിർത്തണേ. മുത്മഇന്നതൻ, ശാന്തമായ, സഖാഅൻ വറഖാൻ വഹ്ഫദ്ഹാ മിൻ കുല്ലി സൂഇൻ വഫിത്ന. എല്ലാ തിന്മകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ആ നാടുകളെ നീ രക്ഷിക്കണമെന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട് ഫാഷിസം അതിന്റെ അടിവേരോടുകൂടി ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടില് കേവലം ഒരു ചിന്താഗതി മാത്രമല്ല, രാജ്യത്തിന്റെ ഐഡിയോളജിയെ തന്നെ കാർന്നു തിന്നുന്ന രീതിയിൽ നിങ്ങൾ നോക്ക്. രാജ്യത്തെ നാട്ടിലുള്ള സമുദ്രങ്ങളും പുഴകളും അതുപോലെ തന്നെ തോടുകളുമൊക്കെ ഒരു മതവിഭാഗത്തിന്റേതായി മാറുകയാണ്. അവിടെ വെച്ച് ആർക്കും ഭക്ഷണം കഴിച്ചുകൂടാ, അവിടെ വെച്ച് വെള്ളം കുടിച്ചുകൂടാ, അതിന്റെ തീരത്തുകൂടി നടന്നുകൂടാ, അതിൽ ബോട്ടിൽ യാത്ര ചെയ്തുകൂടാ. അത് രാജ്യത്ത് കേസായി മാറുന്ന, അങ്ങനെ നിരപരാധികളായ ആളുകളെ ആൾക്കൂട്ടങ്ങൾ തല്ലിക്കൊല്ലുന്ന, അങ്ങനെ തല്ലിക്കൊന്നാൽ ചോദ്യം ചെയ്യാനില്ലാത്ത ഒരു പ്രത്യേക വിഭാഗത്തോട് എന്ത് അക്രമമാകാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം, ആ വിഭാഗം തന്നെ നാട് ഭരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെയാണ് രക്ഷ? ആരാണ് ഞങ്ങൾക്ക് വിമോചകന്മാരായി വരിക എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് മുസ്തളീഫീങ്ങളായ ദുർബലരായ ആണും പെണ്ണും നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ അതിന്റെ പൂർണ്ണ വ്യാപ്തിയിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഉത്തരേന്ത്യയിലും അതുപോലെയുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു ഇലക്ഷൻ വരാനിരിക്കുകയാണ്. വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു ഇലക്ഷനാണ്. ഫാഷിസം എന്ന് പറയുന്നത് നമ്മൾ പടിക്ക് പുറത്ത് നിർത്തിയ ഒരു സാധനമാണെങ്കിൽ ഇന്ന് നമ്മുടെ വീടകത്തേക്കും നമ്മുടെ അടുക്കളയിലേക്കും അരങ്ങത്തേക്കും ഫാഷിസം പിച്ചവെച്ച് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ കൊണ്ടുവരാൻ മതേതരത്വത്തിന്റെ മേലങ്കിയിട്ട ആളുകൾ രാജ്യത്ത് ലഭ്യമാണ്, നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് എന്നിടത്താണ് നമ്മുടെ ഒരു ഇലക്ഷന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർക്കെങ്കിലും വോട്ട് കുത്തുക എന്ന
എന്നതിനപ്പുറം ഈ പ്രതിരോധ നിര തീർക്കാൻ കഴിയുന്ന മതേതരത്വത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യരായി കാണുന്ന ഒരു വിഭാഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ് വോട്ട് എന്ന് മാത്രം ആ വിഷയമായി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അവസാനമായി പറയാനുള്ളത്, നമ്മുടെ മുസ്ലിം ഉമ്മ എപ്പോഴൊക്കെ ശത്രുക്കൾ ആധിപത്യം നേടിയിട്ടുണ്ടോ, ലോക ചരിത്രം നിങ്ങൾ പഠിക്കുക. അപ്പോഴൊക്കെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലെ ഫിത്നയും ഫസാദുമായിരിക്കും ശത്രുക്കൾക്ക് വലിയ താങ്ങായി മാറുന്നത്, അല്ലെങ്കിൽ സഹായമായി മാറുന്നത്. ഇറാനിലും നിരപരാധികളായ അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രനായകന്മാരെ കൊല്ലുന്നതിന്റെ പിന്നിലുള്ളത് ഈ മുസ്ലിം ഉമ്മത്തിന്റെ തന്നെ ചാരപ്പണിയെടുക്കുന്നവരാണ്. ലോകത്തുടനീളം അങ്ങനെ തന്നെയാണ്, നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും അധര വ്യായാമത്തിലാണ്, അല്ലെങ്കിൽ വെറും ചർച്ചകളിലാണ്. അവര് ഇസ്ലാമിന്റെ കളത്തിന് അകത്താണോ പുറത്താണോ, അവര് ഷഹീദാണോ ഷഹീദല്ലേ എന്ന ചർച്ചയില് വെറുതെ സമയം ചെലവഴിക്കുന്ന മുസ്ലിം ഉമ്മ അവിടെ നിന്നും അങ്ങോട്ട് പോയി, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇനിയിപ്പോ ഏറ്റവും അവസാനത്തെ ചർച്ച ഇനി ജുമാക്ക് പോകണോ ജുമാക്ക് പോണ്ടേ എന്നിടത്തേക്ക് എത്രയോ കാലമായി വെള്ളിയാഴ്ചയും ജുമയും കൂടി അല്ലെങ്കിൽ ഈദും കൂടി വരാൻ തുടങ്ങിയിട്ട് മുമ്പൊന്നുമില്ലാത്ത രീതിയിൽ മറ്റൊരു പണിയുമില്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഈ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ അധര വ്യായാമത്തിന് സമയം കണ്ടെത്തണം, അല്ലെങ്കിൽ മരുന്ന് കണ്ടെത്തണം. ആ രീതിയിൽ മുസ്ലിം ഉമ്മ ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങളിൽ നിന്ന് അവർ വഴിതി മാറിക്കൊണ്ടിരിക്കുന്നു. അവര് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിക്കുമാർ അങ്ങേയറ്റം മോശമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഈമാനോടുകൂടി ഇസ്സത്തോടുകൂടി ഈ സമരഭൂമിയിൽ പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഇന്നനി അന മുസ്ലിമുൻ, ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് എന്റെ മുമ്പില് മറ്റൊന്നും ഒരു വിഷയമല്ല എന്ന് പ്രഖ്യാപിക്കുന്നിടത്താണ് ഈദിന്റെ പ്രസക്തി, ഇവിടെ വരാൻ പറഞ്ഞതിന്റെ പ്രസക്തി, സുജൂദ് ചെയ്യാൻ പറഞ്ഞതിന്റെ പ്രസക്തി. ഈ സുജൂദുകൾ ആത്മാർത്ഥമാണെങ്കിൽ, ഈ റുക്കൂകൾ ആത്മാർത്ഥമാണെങ്കിൽ, ഇവിടെ ചൊല്ലിയ 7, 5, 12 തക്ബീറുകൾ ആകാശലോകത്തേക്ക് വിടാനാണ് വന്നതെങ്കിൽ, മലായിക്കത്തുകളെ സാക്ഷി നിർത്തിയാണ് ആ തക്ബീറുകൾ ചൊല്ലിയതെങ്കിൽ, ആ തക്ബീറുകൾ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു ആയിരിക്കണം ജീവിതത്തിൽ മഹോന്നതൻ. അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുന്ന മറ്റൊരു ശക്തിയുടെ മുമ്പിലും തലകുനിക്കാത്ത ആത്മാഭിമാനമുള്ള അഭിമാനബോധമുള്ള മുസ്ലിം ഉമ്മത്ത് അതിന്റെ ആളുകളായി മാറണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അവന്റെ ഭൂമി ഏറ്റവും വിശാലമായ രീതിയിൽ ഉമ്മത്തും മുസ്ലിമക്ക് ഇസ്സത്തോടുകൂടി തുറന്നു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر من نصر دين محمد صلى الله عليه وسلم. اللهم اجعلنا منهم وخذل من خذل دين محمد صلى الله عليه وسلم. اللهم لا تجعلنا منهم. اللهم انصر المجاهدين في فلسطين. اللهم انصر المجاهدين في فلسطين. اللهم انصر المجاهدين المستضعفين في أنحاء يا رب العالمين. اللهم انصرهم بنصرهم كما نصرت نبيك محمد صلى الله عليه وسلم في يوم بدر وفي أيام من أيام حياة رسول الله صلى الله عليه وسلم. اللهم انصر المجاهدين في أنحاء العالم يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. آمين آمين بأنواع رحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.